കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ 22 മുതൽ 29 വരെ നടക്കുന്ന ഭൂസംരക്ഷണ ജാഥയോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ ജില്ലാതല സെമിനാർ നടന്നു. ഭൂമി പൊതുസ്വത്താക്കണം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ്. അതും വികസനം തമ്മിൽ എന്താ ബന്ധം? വികസനം തമ്മിൽ ബന്ധം ഉൽപാദനാധിഷ്ഠിത വികസനം എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതി, അത് പരിഷത്ത് അന്ന് മുതലേ പറയുന്ന ഒരു കാഴ്ചപ്പാടാണെങ്കിലും ഭൂമി പൊതുസ്വത്താണ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് പരിഷത്തിലാണ്. ഈ 2010 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഒരു വെളിപാടുണ്ടായി. നമ്മൾ പറയുന്ന ഒരു സംഭവമല്ല. വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഏത് രീതിയിലുള്ളതാവണം, സ്ഥായിയായിട്ടുള്ളതാവണം എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് അത് ഉത്പാദനത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെ. പക്ഷെ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഭൂമി പൊതുസ്വത്താണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളാരും കാണുന്നില്ല. എത്രയോ കാലം മുമ്പേ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കാർൽ മാർക്സ് പറഞ്ഞിരിക്കുന്ന വാചകം, അദ്ദേഹത്തിന്റെ ആ വാചകം തന്നെ ഞാൻ കോട്ട് ചെയ്തത് പറയാം. ഞാൻ പറഞ്ഞത് ഈ ഭൂമി ഒറ്റപ്പെട്ട വ്യക്തികളുടെ സ്വത്തല്ല, ഒരു സമൂഹത്തിന്റെയോ ഒരു രാഷ്ട്രത്തിന്റെയോ സ്വത്തല്ല. എന്നാൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും കൂട്ടുസ്വത്തുമല്ല. ഭൂമിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് നമ്മൾ. നമുക്ക് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വരും തലമുറകൾക്ക് അത് കൈമാറാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. കേരളം ഇന്ന് നേരിടുന്ന വികസന പ്രശ്നങ്ങൾക്ക് ഒരു കാരണം ഭൂമി, വെള്ളം, മനുഷ്യാധ്വാനം എന്നീ പ്രാഥമിക വിഭവങ്ങളിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടേതാകണം. അതിനായി ഭൂമി കയ്യേറ്റങ്ങളും അശാസ്ത്രീയമായ ഭൂവിനിയോഗവും കടുത്ത പാരിസ്ഥിതിക സാമൂഹിക വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനാധാരമായ കാരണങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. കേന്ദ്ര നിർവാഹക സമിതി അംഗം മോഹനൻ മണലിൽ വിഷയം അവതരിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി VT കാർത്തിയായനി സ്വാഗതവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ KM ശ്രീധരൻ അധ്യക്ഷതയും വഹിച്ചു.